ഫാൻസ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുന്ന എല്ലാവരും എന്താ പറയാ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ചേച്ചിമാരമ്മമാരൊക്കെ നല്ല. ചെറുപ്പത്തിൽ ബാംഗ്ലൂരിൽ എന്താ കൊപ്രടർത്താനാണോ പോയത്? പഠിക്കാൻ തന്നെയാണോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാലേ തൊണ്ടില് പൈസ ഇട്ടേക്കല്ലേ? അത് എത്ര രൂപയായിന്നാ ചോദിച്ച്. അല്ലാതെ റോട്ടിലൂടെ പോകുമ്പോ ആൾക്കാർ വന്ന് പ്രച്ചിന് മുഖത്ത് കടിക്കണ കഥല്ലേ ചോദിച്ച്. ഈ കൂതറത്തരം ഒന്ന് നിർത്തോ, ഈ ആഭാസത്തരം ഒന്ന് നിർത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാറില്ലേ? അതല്ല ചോദിച്ചത് കേട്ടോ. ചേച്ചി കായ് ഉണ്ടോ കയ്യിൽ എന്നാ ചോദിച്ചത്. എന്താ പൊണ്ണേ, എന്തൊരു വിദ്യാഭ്യാസ! ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, കണ്ടേ ഒക്കൂ. നല്ല ഒന്നൊന്നര കുറച്ച് സാധനങ്ങൾ ഇതിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പാണ് നമ്മുടെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് അങ്ങിടുന്നത്. വേടനാവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വേടന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ വരട്ടെ. ചെക്കൻ നന്നായിട്ട് പാടുന്നൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവന് കഴിവുണ്ട്, ഇതിന് കഴിവില്ല. ഈ കോപ്രായത്തരങ്ങൾ മാത്രമുള്ളൂ ഇതിൽ. അതിനിടയിൽ മെയിൻ സ്ട്രീം വൺ ലൈറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയും അതുപോലെ ഫേസ്ബുക്ക് പേജിലൂടെയും ഞാൻ ഒരു സംഭവം കാണുന്നത്, നമ്മുടെ കിച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ അവകാശപ്പെടുന്നത് എന്തായാലും വായിക്കാൻ കേട്ടു. ജീവിതത്തിലെ ആ വെളിച്ചം രേണുവാണോ? പ്രണയം രേണുവിനെ അറിയിക്കരുത്, അവർ അത് വിറ്റ് കാശാക്കും. കിച്ചുവിന്റെ മറുപടിയിൽ പുകഞ്ഞ് സോഷ്യൽ മീഡിയ. അമ്മാതിരി പുകമയാണ്. ഒരു കാര്യം ആൾക്കാർക്ക് താല്പര്യമില്ലേ കാണാൻ. രണസിനെയാണെങ്കിൽ അപ്പ കാണാൻ ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നല്ല കിഡിലനായിട്ട് പഠിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്ന ഒരാളും കണ്ടില്ല. പഠിക്കാത്തൊരു വീഡിയോ, പഠിക്കേണ്ട ആവശ്യമില്ലാത്തൊരു വീഡിയോ. കാരണം പഠിപ്പിന്റെ ആവശ്യത്തിന്റെ ഉള്ളിൽ ഇല്ല. കൊല്ലസുധിയുടെ മകൻ കിച്ചു വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ്. വെടിമരുന്നല്ല ഇട്ടിരിക്കുന്നത്, ചൂടേറിയ. കടല വറക്കാൻ എളുപ്പമാണ്, ചൂടായി നിൽക്കുക എന്നാ പറയുന്നത്. ഇത്തവണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച ഒരു റാപ്പ് ഗാനവും അതിന് താഴെ വന്ന ഒരു കമന്റിന് കിച്ചു നൽകിയ മറുപടിയുമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നുണ്ട്. പൊട്ടുമോ പൊട്ടിലെയും നമുക്ക് കണ്ടറിയാം. എന്റെ ജീവിതം ഭയങ്കരമായ ഇരുട്ടിലായിരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന ഒരാളുണ്ട്, അയാൾക്കായി ഈ പാട്ട് സമർപ്പിക്കുന്നു എന്ന മുഖവുരയോടെയാണ് കിച്ചു ഗബ്രിയുടെ രാവണോ എന്ന ഗാനം പാടിയത്. എന്നാൽ ഈ വെളിച്ചം അച്ഛന്റെ ഭാര്യയായ രേണുവാണോ എന്ന ഒരു ആരാധകന്റെ ചോദ്യത്തിന് തൊടുകൈയോടെ അയ്യോ എന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി. അമ്മോ, തിരികൊളത്തി അങ്ങോട്ട് പൊട്ടി തെറിച്ചു എന്നാ പറയുന്നത്. ഈ ഒറ്റ മറുപടിയിലൂടെ രേണുവുമായുള്ള തന്റെ അകൽച്ച കിച്ചു പരോക്ഷമായി വ്യക്തമാക്കുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കിച്ചു എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്, അവനെ ഓർമ്മിപ്പിക്കരുത് എന്ന് ചിലരുടെ കമന്റും കാണുന്നു എന്നാ പറയുന്നേ. അല്ലെങ്കിൽ ഈ ചെക്കന്റെ ആരും അല്ലല്ലോ ഇപ്പത്, അല്ലെ? കൊല്ലസുധിയുടെ ഭാര്യ, അത്രയല്ലേ ഉള്ളൂ. ഈ ചെക്കൻ വെറുതെ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മൂഞ്ചു. ഈ ചെക്കൻ വെറുതെ ആവശ്യമില്ലാതെ കുറെ ചൊറിഞ്ഞിട്ട് ആകെ ഏറിന്ന് താഴോട്ട് പോയിക്കായിരുന്നു. ഏറി കയറിയല്ലേ രക്ഷയുള്ളൂ. എല്ലാവരും നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു. 2-3 ചെക്കന്മാരിങ്ങനെ കാറിലിരുത്തിക്കൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് കുറച്ച് ഊളത്തരം പറഞ്ഞതിന് ഇവനോടുള്ള സ്നേഹം കുറെ ആൾക്കാർക്ക് പോയി. പക്ഷെ വീണ്ടും തിരിച്ചെടുക്കുന്നുണ്ട്. രേണുവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മറുപടി കൊടുക്കാതിരുന്നാൽ തന്നെ ചെക്കൻ രക്ഷപ്പെടും എന്നുള്ളതാണ്. ജനിച്ചയുടൻ അമ്മ ഉപേക്ഷിച്ചു പോയ കിച്ചുവിനെ സ്വന്തം വിയർപ്പിലാണ് കൊല്ലം സുധി വളർത്തിയത്. സ്റ്റേജുകൾക്ക് പിന്നിൽ അച്ഛനെ കാത്തുറങ്ങിയ ആ പഴയ കൈക്കുഞ്ഞ് ഇന്ന് 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്ളോഗറാണ്. അച്ഛന്റെ കലാവാസന രക്തത്തിലുള്ള കിച്ചു വേടന്റെയും ഗബ്രിയുടെയും റാപ്പുകൾ പാടി ഇതിനോടൊപ്പം മില്യൺ വ്യൂസ് നേടിക്കഴിഞ്ഞു. റാപ്പ് എന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി, റാപ്പാണ് കേട്ടോ, അല്ലാതെ തിന്നുന്ന റാപ്പല്ല. സിനിമാ സീരിയൽ താരങ്ങൾ ഉൾപ്പെടെ പലരും കിച്ചുവിനെ അഭിനന്ദിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഞാനും അഭിനന്ദനം പിച്ചിപ്പിച്ചിരിക്കുന്നു പണ്ടാറും. അതേസമയം കിച്ചുവിന്റെ പാട്ടിനെ വിമർശിക്കുന്നവരും കുറവല്ല. ഞാൻ വിമർശിച്ചിട്ടൊന്നുമില്ല. കഴിവുള്ളവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം, കഴിവില്ലാത്തവരെ താഴോട്ടിടണം. കഴിവില്ലാത്തവരെ പ്രോത്സാഹിപ്പിച്ച് രണസുനയെ പോലെ അങ്ങ് പൊക്കി വെക്കണം, തോളത്തും തലയിലൊക്കെ. പാടാൻ അറിയില്ലെങ്കിലും അതിൻ്റെതായ യാതൊരു അഹങ്കാരവും ഇല്ലാത്തത് അമ്മയുടെ ഗുണമാണെന്ന് ചിലർ പരിഹസിക്കുന്നു. എന്ത് മമ്മ, അതും തമ്മിലൊരു ബന്ധമില്ലടേ, അത് വേ. ഇതിനെല്ലാം പുറമെ കിച്ചുവിന് ഒരു പ്രണയിനിയുണ്ടോ എന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ. എന്റെ പൊന്നു, ആരാടതൊക്കെ അന്വേഷിച്ചു പോകുന്നേ? എന്തുവാടെ? പ്രണയമുണ്ടെങ്കിൽ തന്നെ അത് രേണുവിനെ അറിയിക്കരുതെന്നും അവർ ആ ബന്ധം വിറ്റ് കാശാക്കുമെന്നാണ് ചിലർ കിച്ചുവിന് നൽകുന്ന മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും മരണപ്പെട്ടു പോയ കൊല്ലം സുധിയെ വിറ്റ് കാശാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം, പച്ചക്ക് കാണിച്ചു തരാം. അനിമേഷൻ പഠനവും വ്ളോഗിങ്ങുമായി മുന്നോട്ട് പോകുന്ന കിച്ചുവിന് തന്റെ വ്യക്തി ജീവിതത്തിലേക്കുള്ള ഈ കടന്നുകയറ്റങ്ങളെ എങ്ങനെ നേരിടും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്ത് കണ്ടറിയണ്? ഇതൊക്കെ കുളിച്ച് നനഞ്ഞ് ഇനി കുളിച്ച് കയറുക എന്നുള്ളതാണ്. കൊല്ലസുധിയെ ഏത് രീതിയിലാണ് ഈ രേണുസുധി വിറ്റ് കാശാക്കുന്നത് കാണണ്ടേ? കാണാം. ഞാൻ റീസെന്റ് ഇപ്പൊ ഒരു വീഡിയോ സമയത്ത് ഒരു ചേച്ചിയുടെ കുറെ ആഫ്റ്റർ ലോങ് ടൈം വീഡിയോ ഇട്ടായിരുന്നു.
അപ്പൊ അതില് ഒരു കമന്റ് വന്നേക്കുന്നത് അത് ഭയങ്കര മോശമായിട്ട്. കാരണം നമ്മൾ എല്ലാ കമന്റും ഓക്കെ, തെറി കമന്റ് ആയാലും ശരി എല്ലാം ഓക്കെ. ഇത് ആ കമന്റ് എന്താന്നുള്ളത് ചേച്ചി നിങ്ങൾ പറയാൻ പറ്റും? കമന്റ് രേണുസുതിയോടുള്ള പ്രണയം മൂത്തിട്ട് പ്രതീഷ് പ്രകാശൻ വരുത്തി തീർത്ത അപകടമാണ് സുധിച്ചേട്ടൻ. രേണുസുതിക്കും പങ്കുണ്ട്. ഏതവനാടാ അമ്മാതിരി കമന്റ് ഒക്കെ ഇടുന്നേ? അത് വളരെ ഊളത്തരല്ലേ? ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കുടുംബത്തിലെ ഒരാൾ അയാളുടെ ലൈഫ് ത്യജിക്കണം എന്നാലേ ആ കുടുംബം രക്ഷപ്പെടുള്ളൂ. ഇവിടെ രണസുന രണ്ടാമത് മൂന്നാമതോ എന്തായാലും കെട്ടിയ ആളെ കൊണ്ട് ഗുണമുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാല് കടം വാങ്ങി അത് സേവിച്ച് നടക്കുന്ന ഒരു സമയത്ത് ആള് മരിച്ചപ്പോ ഗുണം ഉണ്ടായി. കാരണം സോഷ്യൽ മീഡിയയിലേക്കുള്ള രംഗപ്രവേശനം, കോപ്രായത്തരങ്ങൾ, ഊളത്തരങ്ങൾ, ഈ പണ്ടാറം ഇത് വിറ്റ് കാശാക്കാൻ എളുപ്പമായത് അദ്ദേഹം മരിച്ചത് കൊണ്ടാണ്. ഒരിക്കലും അത് രേണുസുതി കാരണം കൊണ്ട് മരിച്ചതല്ല. അദ്ദേഹത്തിന്റെ ടൈം അതായിരുന്നു, അത്ര മതി എന്ന് പടച്ച തമ്പുരാന് തോന്നിക്കാണും. അതുകൊണ്ടാണ് അത് ഉണ്ടായത്. ഇനി എന്താണ് വിൽപ്പന അല്ലെ? എങ്ങനെയാണ് കൊല്ലം സുധി ഒരു വിൽപ്പന ചരക്കായി മാറിയത് കാണാം. ചാക്കിനകത്ത് കൊലൊഴിപ്പിക്കാൻ വെച്ചേക്കണ. അയ്യോ, ഈ ചാക്കിനകത്ത് കപ്പ. ഉണക്ക കപ്പ പുഴുങ്ങിയതാ. കപ്പയല്ല, കപ്പ്. ഇതെന്തിനാ ചാക്കിനകത്ത് കൊണ്ടു നടക്കുന്നേ? അത് പിള്ളേരെടുത്ത് നശിപ്പിച്ച് കളയുന്ന കരുതി ഞാൻ ചാക്കിനകത്താക്കി കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. ഇതാണ് വിറ്റ് കാശാക്കൽ. ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കി വെച്ച കപ്പുകളെല്ലാം ഒരു ധാർഷ്ട്യവും കൂടാതെ ചാക്കിലാക്കി കെട്ടി അതിനടിയിൽ കൊണ്ടുപോയിട്ട് അത് ചൂണ്ടിക്കാണിച്ച ആളുകളെ പോലും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഊളത്തനം പറഞ്ഞത് വിറ്റ് കാശാക്കിയ രേണുസുതി വീണ്ടും ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമിലൂടെ ആ വൃത്തികേട് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വന്തം ഭർത്താവിന് കിട്ടിയ ആ ഒരു അംഗീകാരങ്ങളെ പോലും വിറ്റ് കാശാക്കാൻ വേണ്ടി അവൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ പേര് രണസുന, വേറെന്ത്? അതെ, എല്ലാവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒറ്റ ഒരുത്തം പോലും ഇവിടെ നിൽക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോണം. പൊക്കോ. എടാ പോകാനാണ് പറഞ്ഞത്, സമയായെന്ന്. കൊച്ചി ഇവിടെ കിടന്ന് കറങ്ങാതെ പോ. അതിന് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് പോകാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, സാധാരണ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങ് പോവാറില്ല. പാട്ടൊക്കെ പാടി അവിടെ നിന്നും മെഴുകാറില്ലേ പതിവ്. സാറേ, സ്വന്തമായിട്ട് ചീഞ്ഞു നാറാൻ നിന്ന് കൊടുക്കുന്ന വേറൊരു മനുഷ്യനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിന്ന് ചീഞ്ഞു നാറുന്നു. കായ് മുഖ്യം, കായ്. കൊല്ലം സുധിയെ കളിയാക്കുന്ന ഒരു സൈഡിലൂടെ സ്വയം കളിയാക്കൽ ഏറ്റുവാങ്ങുന്നു ഇപ്പുറത്തെ സൈഡിൽ കൂടെ. അടിപൊളി. ഇവിടെ സീരിയൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക. അത് മാത്രല്ല, വസീകര പോലത്തെ വേറൊരു പാട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞുണ്ട്. സാർ അതൊന്ന് കേട്ട് നോക്കിയേ. എനിക്കത് താങ്ങാനുള്ള ആംബിയറില്ലേ? അതും ഇതും പറഞ്ഞു നിൽക്കാതെ ഇറങ്ങാൻ നോക്ക്. സമയായെന്ന്. സാറേ, ഒന്ന് ഇറങ്ങി തരുമോ എന്നാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. വസീകര പോരാഞ്ഞിട്ട് ഞാൻ അടുത്ത പാട്ടും കൂടി ഉണ്ടെന്നാ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള അവലോകനമാണ് ആ പരിപാടിയിലൂടെ അതിൽ കൂടെ അഭിനയിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ആരാണോ സ്ക്രിപ്റ്റ് എഴുതി വെച്ചാൽ അയാൾ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയ എന്താണെന്ന് കലക്കി കുടിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. രേണുസുധിയെ ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് ആ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന വ്യക്തമായി മനസ്സിലായി. കാരണം രേണുസുധിയെ കൃത്യമായിട്ട് ട്രോളാൻ അവരത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. സ്വന്തം ഭർത്താവിനെ പോലും വിറ്റ് കാശാക്കാൻ തുനിഞ്ഞിറങ്ങിയ ആ സ്ത്രീയെ ഉപയോഗിക്കുക എന്ന് അവർ ചിന്തിച്ചു കാണും. എന്തായാലും അത് കറക്റ്റ് ആയിരുന്നുള്ളതാണ്. അടുത്തത്, പൈസ ഉണ്ടെങ്കിലേ ഉള്ളു ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറെ. സുധിച്ചേട്ടനുള്ള സമയത്ത് ആ മറ്റേ ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം വിഷയം വന്നിട്ട് സുധിച്ച ആ ഒറ്റപ്പെടലിൽ നിന്ന് ഇത്രത്തോളം ആയില്ലേ. അപ്പൊ എരന്ന് കടം വാങ്ങി അത് തിരിച്ചു ചോദിക്കുമ്പോ കൊഞ്ഞലം കുത്തുമ്പോ എന്ത് പറയാനാടേ? രേണുസുധി ഒരാൾ വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് എന്നിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ട്. ആ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. ആരാണോ വാങ്ങിയത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, അല്ല നിങ്ങളുടെ ഭർത്താവാണ് വാങ്ങിയത്, അപ്പൊ നിങ്ങളോട് ചോദിക്കാലോ. എന്നോടൊന്നും ചോദിക്കേണ്ട, അതൊക്കെ ഞങ്ങൾ പുട്ടടിച്ചു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കടം വാങ്ങി അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വാങ്ങരുത്. ഒരുപാട് ആളുകളെ കയ്യിൽ നിന്ന് കടം വാങ്ങി ആ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഏതോ ഒരു യൂട്യൂബറെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അതിനൊരു പ്രഹസന വീഡിയോ ഇറക്കി ഞങ്ങളെല്ലാം കണ്ടതന്നെ. ഇപ്പൊ നല്ല പൈസ ഉണ്ട് അത്രേ, ഞാനൊന്നും പറയുന്നില്ല. വീട്ടിലൊരു ചെക്കല്ലേ ചെറുത്, അതിനെന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുക, അതിന് നല്ല നല്ല ഉടുപ്പും വാങ്ങിക്കൊടുക്കുക. കമന്റ് ബോക്സ് ഒക്കെ കണ്ടിട്ട് വിഷമം. അല്ലെങ്കിൽ നമ്മളെന്തിനു വിഷമിക്കുന്നു, നമുക്ക് ഊക്കാം. അതിന് ഈ കുശുമ്പ് കയറി അത് ഇതും പറയുന്നതിനും ഭേദം മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. ഞാനൊരു കണ്ടന്റ് ആണ് ഇവർക്ക്. ഈ ഇപ്പം വ്ളോഗേഴ്സിനാണേലും നെഗറ്റീവ് വ്ളോഗേഴ്സ് മീൻസ് കുറച്ച് പേരുള്ളൂ, ഒരു പേരുള്ള 2 പേരേ ഉള്ളൂ. അവര് റിയാക്ഷൻ വീഡിയോ ഇടുന്ന അവർക്ക് ഇപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാ. അതായത് ഞാൻ സബിലിടുന്നുണ്ട് പിക്ക്, അപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാണ്. ഇന്ന് ഞാൻ ഒരു പിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടാണ്ട് വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തട്ടിക്കോളാൻ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്താ വില കുറയോ? സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടുന്ന പോലെ ഞാനിപ്പോ ഒരു സാധനം ഇട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർ എടുത്ത് കൊണ്ടുപോകുന്നുള്ളത്.
ഇതെന്താ വല്ല ഗോൾഡാ? ഇനി വെള്ളിയുടെ വില പോലും ഇല്ല. ചെമ്പിന്റെ വില ഉണ്ടാ? അതുമില്ല. ഡയലോഗ് അടിക്ക് ഒരു കുറവുമില്ല. പിന്നെ നിങ്ങളെ തെറി വിളിക്കാൻ വരുന്ന ആളുകളാണ് ഞങ്ങളുടെ വീഡിയോസും കാണാൻ വരുന്നത്. നിങ്ങളുടെ ഊളത്തരം കാണാൻ വയ്യാഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ രണസുന. എവിടെ നിന്ന് വരുന്നടേ? അറിഞ്ഞു എന്താ അഭിപ്രായം? എല്ലാം നല്ലതാവട്ടെ, എല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്യണതും. എല്ലാം ജീവിക്കാൻ വേണ്ടിയല്ലേ, ജീവിക്കട്ടെ. കുറെ പേര് വിമർശിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചത് വിമർശനമല്ലേ അവരെ ഇവിടെ വരെ എത്തിച്ചത് അല്ലേ? അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ. നല്ല രീതിയിൽ വിമർശനം വരുമ്പോഴല്ലേ ഒരാൾ ശ്രദ്ധിക്കപ്പെടണേ. ഇപ്പൊ അവരെ വിമർശിച്ചില്ലായിരുന്നെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടുമായിരുന്നോ? പണ്ഡിതരാണെന്ന് തോന്നുന്നു. വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, തെറികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പ്രേക്ഷകരൊക്കെ ഇതൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തല താഴ്ത്തി പോയാലോ, അതൊന്ന് സ്കിപ്പ് ചെയ്തു പോയാലോ അവരെവിടെയും എത്തില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, തെറി വിളിക്കാൻ ആളുകൾക്ക് ഹരമായത് കൊണ്ട് തന്നെ രണസുനയെ കാണുമ്പോൾ തന്നെ ആളുകൾ അങ്ങ് തുടങ്ങും. അതാണ് അവരുടെ വിജയം എന്നുള്ളതാണ്. എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകളെ ഞാൻ സമ്മതിച്ചു കേട്ടോ, സമ്മതിച്ചു. നിങ്ങൾക്ക് എന്തിന്റെ കേടാടേ ഇതിനൊക്കെ സബ് അടിച്ചിട്ട്? ഇപ്പൊ കുറെ ആൾക്കാർ സബ് അടിച്ചിട്ട് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു മണ്ടത്തരാണെന്നുള്ളതാണ്. മറ്റൊക്കെ അവരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ചു കിട്ടും. ആ കോപ്പിറൈറ്റ് പൊട്ടിക്കാൻ നമുക്ക് ഒരിക്കലും കൗണ്ടർ അടിച്ചിട്ട് കാര്യമില്ല. കാരണം യൂട്യൂബിന് ഒരു മെയിൽ അയച്ചാൽ മതി, അത് ഇന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്, അത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് കാണാനുള്ളതാണ്. അവിടെ ഫെയർ യൂസ് നടക്കൂല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനതെടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും. അതിന് ഞാൻ സ്ഥിരം മദ്യപാനിയാണെന്നല്ല പറയുന്നത്. ആ കമന്റ് ഇടുന്നവർക്ക് എന്ത് വിടാൻ, അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം. നിന്നെ അറിയുന്ന ആള് മരിച്ചു പോയില്ലേ കൊല്ലസുതി? നിങ്ങൾ ഒരുമിച്ചിട്ടാവും ചിലപ്പോൾ അടിക്കുണ്ടാവുക മാജിക് മൊമെന്റ്. ആള് നന്നായിട്ട് കുടിച്ചിരുന്നു എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട്, വളരെ നിസാരമായിട്ടാണ് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അടിപൊളി. അതിന്റെ ഇടയിൽ എന്തോ കള്ള് ഷാപ്പ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കള്ള് ഷാപ്പിൽ വെച്ചൊരു ആൽബം. ഇതിനൊക്കെ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഇവിടെ? അല്ല, അടിയിൽ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന ആൽബത്തിൽ എഴുതിയിട്ടുണ്ടോ? ഏതൊരു യൂട്യൂബർ അടുത്ത് പണി കിട്ടിയിട്ടുണ്ട്. അയാൾ ഏതൊരു കള്ള് ഷാപ്പിൽ എന്തോ ഒരു റീൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് എത്ര 10-25,000 രൂപ ചെലവാക്കിയിട്ടുണ്ട് ആള്. അവിടെ പിഴ അടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ അതൊന്നും ഇല്ലേ? അല്ല, ചോദിക്കുകയാണ് കേട്ടോ. കള്ള് ഷാപ്പിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതാ ഇങ്ങനെ ഒരു സംഭവമാണ്, ഇതൊരു ആൽബമാണ്, എന്നിട്ട് കാര്യം എടുക്കണം. കള്ള് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മദ്യം പ്രൊമോട്ട് ചെയ്യാൻ അതിൻ്റെതായ കമ്പനികൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഇവിടെ രണസുന എന്ത് കാണിച്ചാലും എന്ത് തേങ്ങാക്കല്ലോ ഒന്നുമില്ല. ഇനി ഞാൻ നല്ല രസമുള്ള ഒരു ക്ലിപ്പ് കാണിച്ചു തരട്ടെ. നിങ്ങൾ ഇങ്ങനെ എന്തായാലും ടെൻഷൻ അടിച്ചിരിക്കില്ലേ? ഒന്ന് കാണും. എന്താ ചേച്ചി? വയ്യേ ചേച്ചിക്ക്? ഓഹോ, വൃദ്ധസദനത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്നിട്ട് മേക്കപ്പ് ഇട്ടുണ്ടെങ്കിൽ ആരും മനസ്സിലാവില്ല വെച്ചിട്ടാണ് വല്യമ്മച്ചീനെ. എന്റെ പൊന്ന് വല്യമ്മ. ആ മേക്കപ്പ് തന്നെ ഊരിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതാണ് ഒറിജിനൽ രണസുന. ഈ കാണുന്നതാണ് പുട്ടി രണസുന എന്ന് പറയേണ്ടി വരും. എന്റെ പൊന്നമ്മച്ചി സമ്മതിച്ചു പോയി കേട്ടോ. ഈ ഒരു മേക്കപ്പിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇപ്പോഴത്തെ ഒരു ആൽബം വന്നിട്ടുണ്ട്, തൻസീർ കൂത്തുപറമ്പൊക്കെ ഇറക്കിയിട്ടുള്ള. എന്റെ പൊന്നും മക്കളെ, സമ്മതിച്ചു പോയി കേട്ടാ. അതിൽ കുഞ്ഞു പെങ്ങളുടെ നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ആൽബം ഇറക്കിയിട്ടുള്ളത്. സത്യത്തില് ഏതോ വല്ലുമ്മാന്റെ കല്യാണം എന്നാണ് അതിന് വെക്കേണ്ടിയിരുന്നത്. കൊള്ളാം. എന്തായാലും കഴിവുള്ള എത്ര ആളുകൾ ഉണ്ടടേ ഇവിടെ. അവരെയൊക്കെ വിളിച്ച് ചെയ്യടേ ഇതൊക്കെ. ഇമ്മാതിരി കൂതറത്തരം കാണിക്കുക, കൂതറകളെയൊക്കെ വിളിച്ചിട്ട് എന്തിനാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തായാലും സബ്സ്ക്രിപ്ഷൻ വഴി 1,18,000 ഒക്കെ കിട്ടി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ് കേട്ടോ. കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഓപ്ഷൻ വന്നപ്പോ ഞാനും വെറുതെ ഒരു സാധനം ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിലൊന്നും കാണിക്കാനില്ലാത്തത് കൊണ്ടാകാം ആരും വന്നില്ല. സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കയറി നിങ്ങൾ എല്ലാവരും സബ് അടിക്കണം. ഞാനും തരാം എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.